ഹായ് ഓൾ, ഇന്ന് നമ്മൾ ബീഡ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ലീഫ് ഫില്ലിങ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. നമ്മൾ സർദോസി വെച്ചൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ബീഡ്സ് വെച്ച് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി മെഷീൻ ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ലീഫിൻ്റെ ഈ ഒരു എൻഡിൽ നിന്ന് ഒരു ചെയിൻ എടുക്കാം. ബീഡ്സിനെ ലോഡ് ചെയ്ത് വെച്ച് തന്നെ ചെയ്യുക. ഷുഗർ ബീഡ്സ് ഇട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഏകദേശം നമുക്ക് ഈ ഒരു ലെങ്ത്തിൽ കണ്ടോ, ഒരു മിഡ് പോയിൻറ്റിലോട്ടൊറ്റം വരുന്ന രീതിയിൽ ഒരു ചെയിൻ എടുക്കാം. ഒരു ചെയിൻ ലോക്ക് കൊടുക്കാം. അതിന് ശേഷം ഈ ഒരു സൈഡിൽ ഏകദേശം ബീഡ്സിന് നിൽക്കാനുള്ളൊരു സ്പേസ് നോക്കി നമ്മളൊരു ചെയിൻ എടുക്കുന്നു. ബോർഡറിൽ തന്നെ എടുക്കണം കേട്ടോ. ബോർഡറിലൊരു ചെയിൻ എടുക്കുന്നു. തൊട്ട് മേളിൽ ഒരു ചെയിൻ ലോക്ക് എടുക്കുന്നു. ബാക്കി കുറച്ച് ബീഡ്സിന് ഇട്ട് കൊടുക്കുക. ഏകദേശം ലെങ്ത്ത് നോക്കണം. നമുക്ക് ലെങ്ത്ത് ഏകദേശം കറക്റ്റാണ്. അവിടെ നമുക്കൊരു ചെയിൻ ഇട്ട് കൊടുക്കാം. ഈ ലെങ്ത്തിലോട്ട് എത്തുന്നില്ല എങ്കിൽ, ആദ്യം ഇട്ടതിൻ്റെ തൊട്ട് താഴെ വരെ എത്തുന്നില്ല എങ്കിൽ ഒരു ബീഡും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അഥവാ അധികമാണെങ്കിൽ നമ്മളൊരു ബീഡ് കുറച്ചും കൊടുക്കണം. ഇപ്പുറം പോവാം. ചെയിൻ എടുക്കാം. ഒരു ചെയിൻ ലോക്ക് എടുക്കാം. വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ലീഫിൻ്റെ ഡിസൈൻ എത്രത്തോളമാണോ അത്രത്തോളം നമ്മൾ ഫില്ല് ചെയ്ത് കൊണ്ടുവരണം. നമ്മൾ ഇത് തന്നെ സർദോസി വെച്ച് ചെയ്യുമ്പോൾ ഞാൻ സാധാരണ വരയ്ക്കാണ്ടാണ് ചെയ്യാൻ പറയാറ്. എന്താണെന്ന് വെച്ചാൽ വരയ്ക്കാണ്ട് ചെയ്താലേ സർദോസിയിൽ നമുക്ക് നമ്മുടെ അളവിൽ കട്ട് ചെയ്തെടുത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് പക്ഷേ നമുക്ക് വേണ്ട ഡിസൈനിൻ്റെ അളവിൽ ചെയ്യാനായിട്ട് എളുപ്പമാണ്. എന്താണെന്ന് വെച്ചാൽ ബീഡ്സിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ മാത്രം മതി. നമ്മൾ ഒരു ചെയിൻ എടുക്കുന്നു. ചെറിയൊരു ചെയിൻ ലോക്ക് അവിടെ കൊടുത്ത ശേഷം ഇപ്പുറത്തെ സൈഡിലോട്ട് പോവാണ് വേണ്ടത്. ബോർഡറിൽ ചെയിൻ എടുക്കാം. തൊട്ട് പുറത്ത് നമ്മൾ ചെയിൻ ലോക്ക് കൊടുക്കാം. വലിച്ച് നീട്ടിയിട്ട് വേണ്ടത്ര ബീഡ്സിനെ ഇട്ട് കൊടുക്കാം. വെച്ച് നോക്കാം. ഏകദേശം കറക്റ്റായിട്ടാണ് കിട്ടുന്നത്. അപ്പം അതിലിട്ട് കൊടുക്കാം. ചെയിൻ എടുക്കാം. ചെയിൻ ലോക്ക് എടുക്കാം. വലിച്ച് ഇപ്പുറത്തെ സൈഡിലോട്ട് പോവാം. ചെയിൻ എടുക്കാം. ചെയിൻ ലോക്ക് എടുത്തിട്ട് അതിലോട്ട് ബീഡ്സിനെ ഇറക്കി കൊടുക്കുക. ബീഡ്സ് കുറവാണ്. അപ്പം നമുക്കിനി ലോഡ് ചെയ്യണം. ഓക്കെ, വേണ്ടത്രയും ബീഡ്സിനെ ഇട്ട് താഴേക്ക് കൊണ്ടുവരാം. ഫില്ലിങ്ങുകൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഔട്ട്ലൈൻ കൊടുക്കണം. അപ്പോഴാണ് ആ ഫില്ലിങ്ങുകൾ കറക്റ്റായിട്ട് നിൽക്കത്തുള്ളൂ. നമ്മളിങ്ങനെ വലിച്ചൊക്കെ ത്രെഡ് എടുക്കുന്നത് കൊണ്ട് ചെറിയ ചില ഹോളുകൾ, അങ്ങനത്തെ ഒരു പെർഫെക്ഷൻ കുറവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ തുണിയുടെ കളറിൽ സിൽക്ക് ത്രെഡ് എടുത്തിട്ട് ചെയ്യുക, സരി ത്രെഡ് എടുത്തിട്ട് ചെയ്യുക. എന്തെങ്കിലും ഇട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടാൽ ഭംഗിയായിരിക്കും കേട്ടോ. അത് ഈ ഫില്ലിംഗ് എന്നല്ല, ഏതൊരു ഫില്ലിംഗ് സ്റ്റിച്ചിനും അത് അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു സൈഡ് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. പുറത്തുനിന്ന് ഒരു ലൈനും കൂടെ ഇട്ടാൽ ശരിക്കും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. സർദോസിക്കൊക്കെ പോലെ നമുക്കങ്ങനെ എന്താ പറയുക, അത്രയും സെയിം തന്നെ വരണം എന്നുള്ള ഒരു ഇതൊന്നുമില്ല. നമുക്ക് എത്രത്തോളം ആണോ കിട്ടുന്നത് അവിടെ വെച്ചിട്ട് നമുക്കത് നിർത്താവുന്നതാണ്. ആ ഒരു ഡിസൈനിനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ആണോ, ഇനി ഇപ്പുറം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല.
നമുക്ക് അവിടെ എൻഡ് ലോക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു എഡ്ജിലാണ് നമ്മൾ എൻഡ് ലോക്ക് ഇടുന്നത്. അവിടെ എൻഡ് ലോക്ക് ഇട്ടാം, എന്നിട്ട് മൊത്തവും ഔട്ട്ലൈനും കൊടുക്കാം.